യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതൽ കർത്താവ് യേശുക്രിസ്തു താലന്തുകളുടെ ഉപമ ദൈവരാജ്യം സംബന്ധിച്ച് പറയുന്നതായ കാര്യമാണ് നമുക്ക് ചിന്തിച്ചു തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന സമ്പത്ത്, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദാനങ്ങൾ, അവയെ നമ്മൾ എത്രത്തോളം ഗൗരവമായി കൈകാര്യം ചെയ്യണം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ മനുഷ്യൻ ആരെയാണ് കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ മനുഷ്യൻ പ്രതിനിധീകരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിനെയാണ് ഇവിടെ യജമാനൻ അഥവാ മാസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഈ യജമാനൻ താലന്തുകളൊക്കെ കൊടുത്തിട്ട് മടങ്ങി വന്ന് കണക്ക് ചോദിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് നമ്മുടെ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ലഭിച്ചതായ നമ്മുടെ ദാനങ്ങളെയും അതേപോലെ തന്നെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ അവസരങ്ങളെയും നമ്മൾ നന്നായിട്ട് വിശ്വസ്തയോടെ സേവിപ്പാൻ അല്ലെങ്കിൽ പ്രവർത്തിപ്പാൻ. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണം. ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റമില്ല എന്നുള്ളതും ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള വളരെ സുവ്യക്തമായിട്ടുള്ള അറിവ്, അതിന്റെ ബോധ്യത്തിൽ വേണം നമ്മൾ ജീവിപ്പാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതുപോലെ പരദേശത്തേക്ക് പോകുന്ന യജമാനൻ തന്റെ ദാസന്മാരെ വിളിച്ച് ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അവനവന്റെ പ്രാപ്തി പോലെ, അതായത് ഈ യജമാനൻ ഈ ദാസന്മാരെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവം എന്നെ അറിയുന്നു. നാം അറിയുന്നതിനേക്കാൾ ഉപരി ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ കഴിവുകൾ ദൈവത്തിന് അറിയാം, നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ഈ യജമാനൻ ഒരിക്കലും വേസ്റ്റായിട്ട് തൻ്റെ താലന്തുകളെ കൊടുക്കുകയില്ല, തൻ്റെ സമ്പത്തിനെ കൊടുക്കുകയില്ല. മറിച്ച് ദൈവം നമ്മെ പരിശോധിച്ച് നമ്മുടെ കഴിവിനൊത്തോണമാണ് ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. അപ്പോൾ നമ്മുടെ പ്രാപ്തി ദൈവത്തിനറിയാം. നമ്മൾ എത്രത്തോളം കഴിവുള്ളവരാണെന്ന് ദൈവത്തിന് നിശ്ചയമായിട്ടും അറിയാൻ സാധിക്കും. നമ്മുടെ വീട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ എത്രത്തോളം പ്രാപ്തരായി എന്നുള്ളത് മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കുകയില്ലയോ? അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുകയില്ലേ? എന്ന് മാത്രമല്ല, അതിനനുസരിച്ചല്ലേ നമ്മൾ വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ അവരെ പരിമേൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് നമ്മളുടെ കഴിവുകളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ആ കഴിവുകൾക്കനുസരിച്ചാണ് ദൈവം തന്റെ ദാനങ്ങളെ കൊടുക്കുന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമോ, എനിക്ക് 1 കിട്ടിയുള്ളൂ, മറ്റുള്ളവർക്ക് 2ഉം 5ഉം കൊടുത്തു എന്ന്? ഈ 1 ലഭിച്ചത് തീരെ നിസ്സാരമൊന്നും അല്ല കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് ഈ 1 കിട്ടിയവൻ പാവം, എന്തൊരു പാവമാണ്, അദ്ദേഹത്തിന് ഇത്രത്തോളമേ കിട്ടിയുള്ളൂ, ബാക്കി മറ്റു 2 പേരും എത്രയോ സൂപ്പർ ആയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, ഈ ഒരു താലന്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 1,00,000-ന് മേളിൽ തുക വില വരുന്നതായ താലന്താണ്. അപ്പോൾ ഒരു താലന്ത് ലഭിച്ചവന് കിട്ടിയത് ചില്ലറയൊന്നുമല്ല, അവന് ലഭിച്ചത് വലിയൊരു അളവാണ് കിട്ടിയത്. മറ്റുള്ളവനെ അവൻ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവനവന്റെ പ്രാപ്തി പോലാണ് ദൈവം കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10 കോടി രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ? ചില ആളുകൾ ബോധം കെട്ടു പോകാറുണ്ട്. കൂടുതൽ പണം അവരുടെ കയ്യിൽ വരുമ്പോൾ അവർ വളരെയധികം അസ്വസ്ഥപ്പെടാറുണ്ട്. കാരണം അവർക്ക് അത് നിർവഹിക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട്. തീർച്ചയായിട്ടും നമുക്കെല്ലാം പണത്തിന് വലിയ ആവശ്യമുള്ളവരാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ പ്രാപ്തിക്ക് മീതെയുള്ള പണം നമുക്ക് ലഭിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് ദൈവം കഴിവുകളെയും തൻ്റെ കൃപകളെയും ദാനങ്ങളെയും അവസരങ്ങളെയും ദൈവം ഒരാൾക്ക് കൊടുക്കുന്നത് അവനവന്റെ പ്രാപ്തിക്കനുസരിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രാപ്തി നേടുക എന്നുള്ളതാണ്. ഒരു ശിശു അവൻ പ്രാപ്തി നേടുന്നത് അവന് ജനനത്തിൻ്റെ അല്ല, മറിച്ച് അവന്റെ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവൻ പ്രാപ്തനാവുകയാണ് ചെയ്യുന്നത്.
ചില കുട്ടികൾ അവർ പ്രാപ്തരാകാറില്ല. അവരുടെ പ്രായപൂർത്തിയായപ്പോൾ പോലും അവർക്ക് വേണ്ടവണ്ണം പ്രാപ്തിയാകാൻ കഴിയാറുമില്ല. എന്നാൽ മിക്ക കുട്ടികളും അവർ പ്രാപ്തരാകുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുള്ള അനുഭവങ്ങളിൽ, ഒരു സർക്കാർ ഓഫീസിലാണെങ്കിലോ, ഒരു പ്രവർത്തന മേഖലയിലാണെങ്കിലോ, ഒരു കാർഷിക വൃത്തിയിലാണെങ്കിലോ നമ്മൾ പ്രാപ്തി നേടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രാപ്തിക്കനുസരിച്ചാണ് നമ്മുടെ കയ്യിൽ റിസോഴ്സുകളെ ഏൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം നമ്മെ തൻ്റെ താലന്തുകൾ ഏൽപ്പിക്കുന്നത് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാപ്തി കൂടുവാൻ തക്കതായി നമ്മൾ പരിശ്രമിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണെന്നുള്ള വസ്തുത ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ കഴിവില്ലാത്തവനാണെന്ന്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ തീരെ മോശമാണ്, ഞാൻ മറ്റുള്ളവരെക്കാളും പുറകിലാണെന്ന് നിങ്ങൾ ചിന്തിച്ച് വശരായി തീരരുത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ പ്രാപ്തി നേടുവാൻ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ ബൈബിളിൽ നമുക്ക് വളരെ വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റും, നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ ദൈവം സാധ്യമാക്കി തീർക്കും. പക്ഷേ ഏറ്റവും പ്രധാനം നമുക്ക് പ്രാപ്തി നേടുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൽ നമ്മൾ ആഗ്രഹിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കണം. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിനെന്ന് വിശുദ്ധ വേദോസം പറയുന്നില്ലേ എന്ന് പറയുന്ന പോലെ ദൈവരാജ്യത്തിൽ എനിക്ക് ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടതായ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി തരും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാകുമ്പോൾ വലിയ കാര്യങ്ങൾക്ക് ദൈവം നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റും. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ഈ യജമാനന്റെ കാര്യം ഒന്ന് ചിന്തിച്ചേ, എത്രത്തോളം സംതൃപ്തി ആ ഒരു യജമാനനുണ്ട്. കാരണം തനിക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യാൻ കഴിഞ്ഞത് പ്രാപ്തരായ ആളുകളെ തനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ദൈവം പ്രാപ്തരായ നമ്മെ കണ്ടു, അല്ലെങ്കിൽ പ്രാപ്തിയുള്ളവരായ നമ്മെ കണ്ട് തൻ്റെ സമ്പത്ത്, തൻ്റെ താലന്തുകൾ ദൈവം നമ്മെ ഏൽപ്പിച്ചുവെന്നും നമ്മൾ വിശ്വസ്തരായി നിന്നുകൊണ്ട് നമ്മൾ അതിനെ വ്യാപാരം ചെയ്ത് അവൻ മടങ്ങി വരുമ്പോൾ കണക്ക് കൊടുക്കേണ്ടതായ നിലയിൽ നമ്മൾ എത്തിച്ചേരുമെന്നും അന്ന് വിശ്വസ്തനായ ദാസനെ എന്നുള്ള വിളിപ്പേര് നമുക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നത് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ജീവിതവുമായിട്ടാണ്. വെറുതെ നമ്മൾ ജീവിക്കുകയല്ല, നമ്മൾ ബോറടിച്ച് ജീവിക്കുന്നവരായ ആളുകളല്ല. മറിച്ച് ഈ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നത് ദൈവം നമുക്ക് തന്ന താലന്തുകളും റിസോഴ്സുകൾ, അത് നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങളിലും സമയങ്ങളിലും അത് ഉപയോഗിക്കുവാനും വർദ്ധിപ്പിക്കുവാനും വ്യാപാരം ചെയ്തുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹീതമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ടുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ചിന്തിക്കരുത് എനിക്ക് ദൈവരാജ്യത്തിൽ യാതൊരു റോളുമില്ല എന്നുള്ളത്. പകരം നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ വിളിയെ തിരിച്ചറിയുക. ദൈവം നമ്മളോട് എന്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, ദൈവം നമുക്ക് എന്ത് റിസോഴ്സസ് ആണ് തന്നത്, അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന താലന്തുകളെ തിരിച്ചറിയുവാനും ഞങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ചാണ് ദൈവം ഞങ്ങൾക്ക് തന്നതെന്നും ആ പ്രാപ്തിക്കനുസരിച്ച് ഞങ്ങൾ ദൈവത്തോട് വിശ്വസ്തയുള്ളവരായിരിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.